നമുക്ക് ഇന്ന് EV ചാർജിങ് സ്റ്റേഷനെ പറ്റിയാണ് സംസാരിക്കുന്നത്. EV ചാർജിങ് സ്റ്റേഷൻ വരുന്ന സമയത്ത് നമ്മളൊരു പെട്രോൾ പമ്പ് ആണ് അതിന് നമ്മൾ എടുക്കുന്നെങ്കിൽ, എക്സാമ്പിളായിട്ട് അതുപോലൊരു എക്സാമ്പിൾ എടുക്കുന്നെങ്കിൽ അതിന് നമ്മൾ EV ഹബ്ബ് എന്നാണ് പറയുന്നത്. ഒരു EV ഹബ്ബ് വരുന്ന സമയത്ത് നമുക്ക് വേണ്ടിയത് അവിടെ നമ്മൾ ഇലക്ട്രിക്കലായിട്ടുള്ള ഹെവി വെഹിക്കിൾസ്, കാറ്, മറ്റുള്ള വെഹിക്കിൾസിൽ ചാർജ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഓട്ടോറിക്ഷ, ബൈക്ക് ഇതൊക്കെ ചാർജ് ചെയ്യണം. ഇതിനകത്ത് തന്നെ 2 ടൈപ്പ് ചാർജിങ്ങാണ് ഉള്ളത്. ഒന്ന് AC ചാർജിങ്ങും ഒന്ന് DC ചാർജിങ്ങും. AC ചാർജിങ് ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ലോ ചാർജിങ് ആണ്. DC എന്ന് പറയുമ്പോൾ ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യുന്ന മെഷീൻസുകളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് DC ചാർജിങ്ങിനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പബ്ലിക് ചാർജിങ് ഏരിയയിൽ. AC ചാർജിങ് നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് സ്വന്തമായിട്ട് ചാർജ് ചെയ്യാനായിട്ട് AC ചാർജിങ് മെഷീൻ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിരിക്കും. എന്നാൽ പബ്ലിക് ചാർജിങ് സ്റ്റേഷന് എപ്പോഴും നമുക്ക് ഒന്നുകിൽ ഓപ്പൺ ഏരിയയിൽ നമുക്ക് റോഡ് ഫ്രണ്ടേജിൽ പബ്ലിക് ചാർജിങ് സ്റ്റേഷൻ സ്ഥാപിക്കാം. അല്ല എങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ ഹോട്ടൽസിൽ, റെസ്റ്റോറൻറ്റുകൾ, ഹോസ്പിറ്റൽസിൽ അവിടെയും നമുക്ക് പബ്ലിക് ചാർജിങ് സ്റ്റേഷൻ സ്ഥാപിക്കാം. കാരണം അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ഒരു ഒരു മണിക്കൂറൊക്കെ റെസ്റ്റ് എടുക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അവർക്ക് അത് ചാർജ് ചെയ്യാനും അവിടെ ഷോപ്പിംഗ് ചെയ്യാനും ഇതേപോലെ അവസരം ലഭിക്കുകയും ചെയ്യുന്നത്. ഈ ചാർജിങ് സ്റ്റേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു ലേബർ ആവശ്യമില്ല. അതെല്ലാം ഓട്ടോമാറ്റിക്കലി നമുക്ക് സിസ്റ്റം ഇൻ്റഗ്രേറ്റഡായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചാർജിങ് സ്റ്റേഷൻ നിങ്ങൾക്ക് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ അപ്രോച്ച് ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ ഒരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരു 6 hours ചാർജിങ് സ്റ്റേഷൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ അവരുടെ ROE 2 year കൊണ്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ. പിന്നെ ഗോയിങ് ഫോർവേഡ് നമ്മൾ ഇലക്ട്രിക്കൽ വെഹിക്കിളിൻ്റെ ഒരു യുഗമാണ്. ഇപ്പോഴേ നമ്മൾ പ്ലാൻ ചെയ്ത് നമുക്ക് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു ബെസ്റ്റ് റിട്ടേൺസ് കിട്ടാനായിട്ടുള്ള ഒരു മാർഗം കൂടിയാണ്. താങ്ക് യു വെരി മച്ച്.